ഇനി നേരെ ഒരു ബീച്ചിലേക്കാണ്, ചെന്നൈയിലെ ബസന്ത് നഗർ ബീച്ചിലേക്ക്. ബസന്ത് നഗർ, എലിയട്ട് എന്നൊക്കെ പേരുകളുള്ള ബീച്ചാണിത്. ഇന്നത്തെ റൈഡിംഗ് റിപ്പോർട്ടർ ബീച്ചിലെ കാഴ്ചകളിലേക്ക് നിങ്ങളെ കൊണ്ടുപോകുന്നു. അതിലേക്ക് നമസ്കാരം. ഇന്ന് നമ്മൾ പോകുന്നത് ബസന്ത് നഗർ ബീച്ചിലേക്കാണ്. ബസന്ത് നഗർ എന്നും ഇലിയറ്റ് ബീച്ചും എന്നൊക്കെ പറയുന്ന ബീച്ചിലേക്ക്. ഇങ്ങനെയൊന്നും പറഞ്ഞാൽ മലയാളികൾക്ക് ഒരു പക്ഷേ ഈ ബീച്ചിനെ കുറിച്ച് വലിയ ധാരണ ഉണ്ടാവാൻ സാധ്യതയില്ല. പക്ഷെ മലയാളികൾക്ക് വളരെ വേഗത്തിൽ മനസ്സിലാക്കാവുന്ന ഒരു പേരുണ്ട് ഈ ബീച്ചിന്. അതെന്താണെന്നല്ലേ, അത് ഞാൻ അവിടെ പോയിട്ട് പറയാം. അപ്പോൾ നമ്മൾ ഈ പറഞ്ഞ ബസന്ത് നഗർ ബീച്ചിൽ എത്തിയിട്ടുണ്ട്. ചെന്നൈ സെൻട്രലിൽ ഇറങ്ങിയാൽ ഏകദേശം ഒരു 16 കിലോമീറ്റർ യാത്ര ചെയ്ത് കഴിഞ്ഞാൽ അത് പോണ്ടിച്ചേരിക്കൊക്കെ പോകുന്ന റൂട്ടിൽ, അടയാർ റൂട്ടിൽ വന്നാൽ നമുക്ക് ഈ ബീച്ചിൽ എത്തിച്ചേരാൻ സാധിക്കും. വളരെ മനോഹരമായിട്ടുള്ള ബീച്ചാണ്. അതുപോലെ തന്നെ കുറച്ച് പ്രശ്നങ്ങളുള്ള ഒരു സ്ഥലം കൂടിയാണ്. അതായത് ഏത് നിമിഷവുമൊക്കെ വളരെ വേഗത്തിൽ രൂപം മാറാവുന്ന കടൽ എന്നാണ് ബസന്ത് നഗറിലെ ബീച്ചിനെ പറയാറ്. അതുകൊണ്ട് തന്നെ വളരെ സുരക്ഷാ ക്രമീകരണങ്ങളൊക്കെ ഇവിടെ ഒരുക്കിയിട്ടുണ്ട്. എന്തായാലും നമുക്ക് ബസന്ത് നഗർ ബീച്ചിൻ്റെ കാഴ്ചകൾ കാണാം. ഈ ഒരു സ്തൂപം കാണുമ്പോൾ ചിലർക്കെങ്കിലും മനസ്സിലായിട്ടുണ്ടാവും മലയാളികളും ഈ ബീച്ചും തമ്മിലുള്ള ബന്ധം എന്താണെന്ന്. കാലിഫോർണിയയിലേക്ക് പോയ ചരക്കും കൊണ്ടുപോയ ഒരു ദുബായ് കടപ്പുറം വഴി തിരിച്ചുവിട്ട് ഗഫൂർക്ക ദാസനെയും വിജയനെയും ദുബായ് എന്ന് പറഞ്ഞ് കബളിപ്പിച്ച് ഇറക്കിവിട്ട സ്ഥലമാണിത്. കാലിഫോർണിയയിലേക്ക് ചരക്ക് കയറ്റാൻ പോണ ഒരുവാണ്. എവിടേക്ക്? കാലിഫോർണിയയിലേക്ക്. നിങ്ങൾക്ക് ഉണ്ടാക്കും വേണ്ടി വേണമെങ്കിൽ നമ്മളത് ദുബായ് കടപ്പുറം വഴി തിരിച്ചു വിടാം. പിന്നെ കഷ്ടൊരു വെള്ളം നീന്തണം. അന്ന് ആ സിനിമ വലിയ ഹിറ്റായി. പക്ഷേ ഇപ്പോഴും ഈ പറഞ്ഞ ബസന്ത് നഗർ ബീച്ചും ഈ സ്തൂപവുമെല്ലാം കൃത്യമായി ഇവിടെ തന്നെ ഉണ്ട്. ശരിക്കും ഇതൊരു സ്മാരകമാണ്. ഒരു ഡച്ച് നാവികനായിട്ടുള്ള കാൾ സ്മിഡിറ്റ് എന്ന് പറയുന്ന അദ്ദേഹത്തിൻ്റെ സ്മരണാർത്ഥം ഇവിടെ സ്ഥാപിച്ചതാണിത്. ഒരു ആളെ, അതായത് കടലിൽ മുങ്ങിയ ഒരാളെ രക്ഷിക്കുന്നതിനിടെ അദ്ദേഹത്തിൻ്റെ ജീവൻ നഷ്ടപ്പെടുകയായിരുന്നു. അതിന് സ്മരണാർത്ഥമായാണ് ഈ ഒരു സ്തൂപം ഇവിടെ ഇപ്പോൾ വെച്ചിരിക്കുന്നത്. ഏറ്റവും വൃത്തിയുള്ള ബീച്ച് എന്നൊരു ഖ്യാതിയുണ്ട് എലിയറ്റ് ബീച്ചിന്, അല്ലെങ്കിൽ ബസന്ത് നഗർ ബീച്ചിന്. പക്ഷേ ആൾ കാണുന്ന പോലെയല്ല. വലിയ തിരമാലകൾ എപ്പോഴും അടിച്ചുകൊണ്ടേയിരിക്കും ഇവിടെ. അതുകൊണ്ട് തന്നെ നിരവധി ആളുകൾ ഈ തിരയിൽപ്പെട്ട് ജീവഹാനി സംഭവിക്കാൻ ഒക്കെ ഇടയായിട്ടുണ്ട്. എന്തായാലും അതിനുവേണ്ടിയുള്ള സംവിധാനങ്ങൾ, അതായത് ജീവൻ രക്ഷാ ഉപകരണങ്ങൾ, അതുപോലെ തന്നെ പോലീസുകാർ, തീരദേശ സംരക്ഷണ സേനയുടെ ആളുകൾ, അങ്ങനെ എല്ലാവരും തന്നെ ഇവിടെ എപ്പോഴും അലേർട്ടായിട്ടുണ്ട്. നമുക്ക് ഇന്ന് തന്നെ കാണാം, ഇത് അവധി ദിവസങ്ങളാണ്, അതായത് സ്കൂൾ അവധി ദിവസങ്ങളാണ്. അപ്പോൾ ധാരാളം ആളുകൾ ഇവിടെ ഇപ്പോൾ ഈ ബീച്ച് കാണാനായി എത്തിയിട്ടുണ്ട്. വളരെ സൗന്ദര്യമുള്ള ബീച്ചാണ്, മാത്രമല്ല വൃത്തിയുള്ള ബീച്ചാണ്. ഒപ്പം തന്നെ എപ്പോഴും ആക്സസ് ചെയ്യാൻ പറ്റുന്ന, അല്ലെങ്കിൽ ജനങ്ങൾക്ക് വന്ന് ധാരാളം സമയം ഇരുന്ന് ചെലവഴിക്കാൻ പറ്റുന്ന രീതിയിലുള്ള ഒരു ബീച്ച് കൂടിയാണ് ബസന്ത് നഗർ ബീച്ച്. അപ്പോൾ ഇതൊക്കെയാണ് ബസന്ത് നഗർ ബീച്ചിലെ കാഴ്ചകൾ. മറ്റൊരു നല്ല കാഴ്ചയുമായി വീണ്ടും കാണാം അടുത്ത ദിവസം. ശ്രീകാന്ത് ഗൗരിച്ചപ്പട്ടത്തിനൊപ്പം ചെന്നൈയിൽ നിന്ന് മനേഷ് മൂർത്തി, 24.